നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോ ഞങ്ങൾ ഇറങ്ങുക. പോയിട്ട് വരാം. കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ കൂടെ ഒരു ആംബുലൻസ് ഉണ്ടായിരിക്കും. മനോഹരേട്ടനെ ഞങ്ങൾ കൊണ്ടുപോവാം. മനോഹരേട്ടൻ എന്റെ കൂടെ കഴിഞ്ഞാൽ മതി. അതെങ്ങനെ അച്ഛനെ കൊണ്ടുവന്ന്? ഇല്ല, അച്ഛൻ ഇവിടെ കഴിയും. എന്റെ ഭർത്താവാ. അദ്ദേഹം എവിടെ കഴിയണം വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിനക്ക് വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം. ഇല്ലെങ്കിൽ ഇവിടെ നിന്നു. അച്ഛനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, അതിനാര് ഇടപെടേണ്ടി വന്നാലും ശരി, മനോഹരേട്ടനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവനും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാവുന്നു. അത് നടക്കില്ല. ഇവരെന്തുകൊണ്ടാണെന്ന് അറിയാമേ അച്ഛനെ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്നത്? അമ്മ അച്ഛനെ കൊണ്ടുപോയാ അച്ഛന്റെ അസുഖം ഭേദമായാലോ? ആ പേടി എവർക്കുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ കിടത്താം, എന്നിട്ട് ഒരു ദിവസം ആരും അറിയാതെ, അല്ലേ? അതല്ലേ നിങ്ങൾ ഉദ്ദേശം? മതി നീ വിസ്തരിച്ചത്. ഇറങ്ങാൻ പറഞ്ഞല്ലേ, ഇറങ്ങിക്കൊള്ളണം. പിന്നെ എന്തിനാ ഇവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്ന? അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടിയാ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾ എല്ലാരും കൂടിയാ പോകുന്നത്. പിന്നെ അമ്മേ, മുത്തശ്ശി, എവര് ജോലിക്ക് പോയാ പകല് മുഴുവനും നിത്യ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. കാലം അത്ര നല്ലതൊന്നുമല്ല. എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. ഒന്നും സംഭവിക്കില്ല. എന്നെ നോക്കാൻ എനിക്കറിയാം. വാശി അത്ര നല്ലതല്ല നിത്യ. നീ ഞങ്ങളോടൊപ്പം വരുന്നതാ നല്ലത്. ഞാൻ വരുന്നില്ല. ഞാൻ ഏട്ടത്തിയോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പറഞ്ഞതല്ലേ. എന്നിട്ടും പിന്നെ എന്തിനാ അതെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. ഇനിയെല്ലാം എവരുടെ ഇഷ്ടം. നിത്യ ഒന്ന് വന്ന്.